ദൈവം ലോക സൃഷ്ടിക്കു മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ദൈവാലോചനയ്ക്കായിട്ട് പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത്. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് പുകഴ്ചയും ബഹുമാനം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന ദൈവകുഞ്ഞുങ്ങളോട് അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ട്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതറിയാതെ പോയാൽ ഈ മണ്ണിൽ മാത്രമല്ല നിത്യതയിലും ദുരിതമനുഭവിക്കേണ്ടി വരും. എന്നാൽ നാം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ ഈ മണ്ണിൽ മാത്രമല്ല വിണ്ണിലും ദൈവം കരുതിയിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനിടവരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോയ 7 വ്യക്തികളെ നമുക്ക് തിരുവെഴുത്തിലൂടെ കാണാം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയോപദേശത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാണെന്ന് വചനം പറയുന്നത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ ക്രിസ്തു വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടും സാക്ഷാൽ ദൈവത്തിനായി ക്രിസ്തു വന്നപ്പോൾ അവർ അവനെ അറിഞ്ഞില്ല. എല്ലാ യഹൂദ കുടുംബങ്ങളിലും നിത്യപാരായണ ഗ്രന്ഥമായ തോറ വായിക്കുക പതിവാ. അപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ ക്രിസ്തു വരും, മശിക വരും എന്നുള്ള പ്രതീക്ഷ ജ്വലിച്ചു നിൽക്കും. എല്ലാ ഉത്സവങ്ങളിലും പുരോഹിതന്മാർ രക്ഷകനായ രാജാവായ മശിക വരുമെന്ന് ന്യായപ്രമാണത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ കാത്തിരുന്ന മശിക വന്നപ്പോൾ പുരോഹിതന്മാർ അവനെ അറിഞ്ഞില്ല. ന്യായപ്രമാണ വക്താക്കൾ അവരെ അറിഞ്ഞില്ല. പരീക്ഷ പ്രമാണികൾ ദൈവപുത്രനെ അറിഞ്ഞില്ല. ന്യായപ്രമാണം തലനാരിഴ വ്യാഖ്യാനിക്കുന്ന ന്യായശാസ്ത്രികൾ പോലും ദൈവപുത്രനെ അറിഞ്ഞില്ല. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ദിനംതോറും കർത്താവിന്റെ വരവ് കാത്തിരിക്കുകയാ. ഒന്ന് ചോദിക്കട്ടെ, ദൈവപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ നീ അവനെ തിരിച്ചറിയുമോ? സ്തോത്രം. കുഞ്ഞുങ്ങളെ, അവനെ അറിയാൻ, അവനെ മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കണം. അങ്ങനെയെങ്കിൽ ആത്മാവ് ആത്മനാഥനെ തിരിച്ചറിയും. ദൈവത്തിന് സ്തോത്രം. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഗലീലിയൻ ഗ്രാമങ്ങളിൽ നന്മ സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിച്ച നസ്രയനായ യേശു അവരുടെ പ്രതീക്ഷയായ മിശിഹയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. കുരുടന്റെ കണ്ണ് തുറന്നിട്ടും കുഷ്ഠരോഗി സൗഖ്യമായിട്ടും ഭൂതഗ്രസ്തർ വിടുതൽ അനുഭവിക്കുന്നത് കണ്ടിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല. എന്താ കാരണം? ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കി. അവശ്യം അറിയേണ്ട വസ്തുതകൾ അറിയാതെ പോയ ഒരു സമൂഹമുണ്ട്. അവരാണ് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇരുമ്പു ചൂളയായ മിസ്രയീമിൽ പട്ടിണി കൊണ്ട് പ്രാണൻ പൊരിഞ്ഞ ജീവിതങ്ങളെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം നല്ല ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. 2.5 മാസമാകുന്നു അവർ യാത്ര പുറപ്പെട്ടിട്ട്. ഇപ്പോഴവർ സീൻ മരുഭൂമിയിൽ നിൽക്കുകയാ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3 മുതൽ വായിക്കണം. അവിടെ ഒരു സംഭവം കാണാം. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മൊത്തം പട്ടിണിക്കിട്ട് കൊല്ലാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ദൈവദാസനെതിരായി പിറുപിറുക്കുന്നു. ഈ ജനം അവിടെ അനുഭവിച്ച കഷ്ടതയും പട്ടിണിയും എത്ര ഭീകരമായിരുന്നെന്ന് വചനം വായിക്കുന്നവർക്കറിയാം. അവർ ഇറച്ചിക്കള്ളങ്ങളുടെ അരികിലിരിക്കുകയാണെന്നല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്? തൃപ്തിയാകുമെണ്ണം ഭക്ഷണം കഴിച്ചു പോരുന്നു പോലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യമാ ഈ കൂട്ടര് പറയുന്നത്. 430 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിണി കൊണ്ട് പൊറുതുമുട്ടിയ മിസ്രയീമിൽ വന്നതെങ്കിലും അവര് പ്രധാനമന്ത്രിയുടെ അതിഥികളായിട്ടാണ് അന്ന് കഴിഞ്ഞത്. അന്ന് ആ ജീവിതം സുഭിക്ഷമായിരുന്നു. എന്നാൽ യോസേഫിന്റെ മരണശേഷം കാര്യം മാറി മറിഞ്ഞു. അവരുടെ ജീവിതം നരകപൂർണമായി. കഷ്ടതയെന്ന ഇരുമ്പു ചൂളയായ മിസ്രയീമിൽ നിന്ന് അവരെ വിളിച്ചിറക്കിയ ദൈവം സ്തോത്രം അവർക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിച്ചു. ഏതാ ഈ അപ്പം? സങ്കീർത്തനം 78-ന്റെ 23 മുതൽ 25 വരെ തിരുവചനം പറയുന്നു, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 16-ന്റെ 13-14 വാക്യങ്ങൾ. അവർ പിറുപിറുത്തു
ആ വൈകുന്നേരം കാടുകൾ വന്നു പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണ് കിടന്നു. ചെതുമ്പലിന്റെ മാതിരി ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ട് സ്വർഗീയ ധൈന്യമാ, ഇത് കാത്തുകാത്തിരുന്ന സ്വർഗീയ ഭോജനമാണെന്ന്, ശക്തിമാന്മാരുടെ അപ്പമാണെന്ന് കാത്തിരുന്നവർക്ക് മനസ്സിലായില്ല. കൂടാരത്തിന്റെ ചുറ്റും വീണ് കിടന്നിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല. അവർ തങ്ങൾ സംസാരിക്കുന്ന എബ്രായ ഭാഷയിൽ പരസ്പരം ചോദിച്ചു, മാൻഹു മാൻഹു, ഇതെന്തെന്നർത്ഥം? ആ ചോദ്യം തന്നെ അവരതിന് പേരാക്കി. മാൻഹു എന്താർത്ഥം? മന്ന. ശക്തിമാന്മാരുടെ അപ്പം ദൈവം കൊടുത്തിട്ടും തിരിച്ചറിയുന്നില്ല. സ്വർഗീയ ഭോജനം കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാത്തവർ അവർ പറയുന്നു, ഇതെന്ത്? മന്ന. മോശ പറഞ്ഞതുപോലെ ഇവര് മന്ന പെറുക്കിയെടുത്ത് ആഹാരമുണ്ടാക്കി. ആദ്യം കഴിച്ചപ്പോ പറഞ്ഞ അഭിപ്രായം കേട്ടോ. പുറപ്പാട് 16:31, തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചി. കഴിച്ചവര് പറഞ്ഞു, തേൻ കൂട്ടിയ ദോശയുടെ രുചിയാ. എന്നാൽ കുഞ്ഞുങ്ങളെ 2 വർഷം കൂടി കഴിഞ്ഞ് അവർ താബോരിലെത്തിയപ്പോൾ പറയുന്ന വാക്കുകൾക്ക് സംഖ്യാപുസ്തകം 11:5, ഈ മന്നയല്ലാതെ ഒന്നും കാണുന്നില്ല. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിന്റെ നിറം ഗുൽഗുലുവിന്റേതും ആയിരുന്നു. അടുത്ത സെന്റൻസ്, അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. ആദ്യം കഴിച്ചപ്പോ എന്താ പറഞ്ഞത്? തേൻ ചേർത്ത ദോശ രുചി. ഇപ്പൊ എന്താ പറയുന്നത്? രുചി കുറഞ്ഞിട്ടുണ്ട്, തേൻ ചേർത്തതല്ല, എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. കുഞ്ഞെ, ശരിക്കും മന്നായുടെ രുചിക്ക് മാറ്റം വന്നതല്ല, നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നതാ. നോക്ക്, അവരുടെ യാത്ര വീണ്ടും മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാ. ഓരോ ദിവസവും മുടങ്ങാതെ ദൈവം അവർക്ക് സ്വർഗീയ ഭോജനം നൽകിക്കൊണ്ടുവരുന്നു. ദോഷം ചെയ്തിട്ടും പെറുപെറുത്തിട്ടും ദൈവം മന്ന മുടക്കിയില്ല. ഒടുവിൽ യാത്രയുടെ സമാപനത്തിലേക്ക് വരികയാ. സംഖ്യാപുസ്തകം 21:5, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ ഞങ്ങൾ മരിക്കേണ്ടതിന് ഞങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. അപ്പം വായിരിക്കുമ്പോഴാ പറയുന്നത്, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആദ്യം തേൻ ചേർത്ത ദോശയോടൊത്ത രുചി, പിന്നെ പറഞ്ഞ് എണ്ണ ചേർത്ത ദോശ രുചിയാ. ഇപ്പൊ പറയുന്നു സാരമില്ലാത്ത ആഹാരം, ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം. ശക്തിമാന്മാരുടെ അപ്പം, സ്വർഗീയ ഭോജനം, അതെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനം പറയുകയാ, സാരമില്ലാത്ത അപ്പം. 40 വർഷം അവരുടെ മുൻപിൽ ദൈവം സ്വർഗീയ നന്മകൾ പൊഴിച്ചു കൊടുത്തിട്ടും അവര് തിരിച്ചറിഞ്ഞില്ല. ആസ്വദിച്ച് കഴിച്ചിട്ടും അവര് തിരിച്ചറിഞ്ഞില്ല. 1-2 ദിവസം ഓരോ ദിവസം കഴിയും തോറും രുചി കുറഞ്ഞു വരുന്നതായി അവർക്ക് തോന്നി. ഒടുവിൽ പറയുകയാ, സാരമില്ലാത്ത ആഹാരം. കുഞ്ഞേ, ഉയരത്തിലെ ദൈവം നിന്നെ കരുതിയതാ, അത് മനസ്സിലാക്കണം കേട്ടോ. നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നത് പൊഴിച്ചു തന്നത്, അത് തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ. കരുത്തന്മാരൊക്കെ മൃതിക്കിരയായിട്ടും കുഞ്ഞെ, ഇന്നും നീ ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കരുതല, മറക്കരുത്. ഓരോ ദിവസവും കർത്താവ് നമ്മയും അമേൻ തന്റെ മന്ന തന്നു പോഷിപ്പിക്കുക. ഏതാ ഈ മന്ന? അതറിയാമോ? സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം, ജീവന്റെ മന്ന. അത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സത്യവചനമാ. ഇന്ന് പുലരിയിലും കുഞ്ഞെ, കർത്താവ് നിനക്കത് പൊഴിച്ചു തരികയാ. തേനിലും തേൻകട്ടയിലും മധുരമായ തിരുവചനം തന്റെ കുഞ്ഞുങ്ങളെ ദൈനംദിനം പോഷിപ്പിക്കുകയാ, ജീവന്റെ മന്ന. ഇരമ്യാവ് കൊണ്ടാ പറയുന്നത്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. 40 വർഷം മഞ്ഞ കഴിച്ച ജനത്തെ നോക്കി പരിശുദ്ധാത്മ പറയുന്നത് കേട്ടോ, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനുമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ബലഹീനനെ ബലപ്പെടുത്തുന്നതാ ജീവന്റെ വചനമെന്ന് സ്വർഗീയ മന്ന. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ആദ്യ ദിനങ്ങളിൽ നുകർന്ന വചനത്തിന്റെ മാധുര്യം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടോ? തേനിലും തേൻകട്ടയിലും മധുരമുള്ളത് ഇന്ന് എണ്ണ ചേർത്ത ദോശയാണെന്ന് തോന്നുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ സാരമില്ലാത്ത ആഹാരം എന്നുള്ള ചിന്ത നിന്നിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധൻ പറയുന്നു, നീ അറിയേണ്ട കാര്യം അറിയാതെ പോവുകയാണ്. ദൈവം നൽകിയ നന്മയുടെ മൂല്യം തിരിച്ചറിയാതെ പോകരുതേ കുഞ്ഞുങ്ങളെ. എന്റെ കഴിവല്ല, പ്രാപ്തിയല്ല, ലഭിച്ചതെല്ലാം ഉയരത്തിലെ ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കണം. മോശയുടെ അനുഭവം നോക്ക്. പുറപ്പാട് പുസ്തകം 34:29, ദൈവത്തോടുകൂടെ പർവ്വതത്തിലിരുന്ന മോശ തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചതറിഞ്ഞില്ല. ദൈവം തന്റെ തേജസ്സിനാൽ അവന്റെ ത്വക്കിനെ പൊതിഞ്ഞത് അവൻ അറിഞ്ഞില്ല. ദൈവം തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യം ത്തിന്റെ കൽപ്പനക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, ഇപ്പൊ മോശയ്ക്ക് 100 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 40 ദിവസം ജലപാനം പോലും ചെയ്യാതെ ദൈവസന്നിധിയിൽ ചെലവഴിച്ചത്. നമുക്കറിയാം, ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസം ചെയ്യുക, ഒപ്പം വസിക്കുക, ദൈവത്തോടൊപ്പം വസിക്കുകയായിരുന്നു. പ്രായാധിക്യമുള്ളവനാ, 40 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം ക്ഷീണിച്ചെന്നല്ല, മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചിരുന്നു. പക്ഷേ അത് അവനറിഞ്ഞില്ല. താഴെ നിന്ന് ജനം നോക്കുമ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുന്നു. അവർക്ക് നോക്കാൻ കഴിയാത്തവണ്ണം മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ജനം അടുത്തു ചെല്ലാൻ ഭയപ്പെട്ടു, അവന്റെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ടു. പക്ഷേ മോശ അതറിഞ്ഞില്ല. പ്രിയരെ, നാം തിരിച്ചറിയണം, വചനം കയ്യിലുള്ളവന്റെ, വചനം ഉള്ളിലുള്ളവന്റെ, അധരത്തിൽ വചനമുള്ളവന്റെ, വചനം കാലിന് ദീപമായവന്റെ മുഖം തേജസ്സുള്ളതാകും. ഒരുപക്ഷെ കൈ പോലെ കറുത്തവനാകാം, പ്രായാധിക്യം കൊണ്ട് ചുളിഞ്ഞ മുഖമാകാം, രോഗത്താൽ ക്ഷീണിതനാകാം. എന്നാൽ വചനമകത്തുള്ളവന്റെ മുഖം പ്രകാശിക്കും. സ്തോത്രം. പ്രമാണത്തിനു വേണ്ടി ജീവിക്കുന്നവരെ, വചനത്തിൽ നിലനിൽക്കുന്നവരെ, വചനത്തെ ആധാരമാക്കി വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ, കൽപ്പന എന്റെ ദീപമെന്ന അഭിമാനത്തോടെ പറയുന്നവരെ, അവൻ പ്രായത്തിന് മങ്ങലേൽക്കാൻ കഴിയാത്ത തേജസ് കൊണ്ട് പൊതിയുന്ന ദൈവം ജീവിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ കണ്ടേക്കാം, ശാരീരിക ബലഹീനത ഉണ്ടായിരിക്കാം, നന്നായി സംസാരിക്കാൻ കഴിയില്ലാത്തവനാകാം, തടിച്ച നാവുള്ളവനായിരിക്കാം, ആരോടും പറയാത്ത വേദന ഹൃദയത്തിൽ ചുമക്കുന്നുണ്ടായിരിക്കാം, പ്രായാധിക്യ നിമിത്തം പരീക്ഷീണനായിരിക്കാം. എന്നാൽ നിന്റെ വേദനയും ബലഹീനതയും ഹൃദയത്തിന്റെ വിങ്ങലും മനസ്സിന്റെ നൊമ്പരവും പുറത്തു കാണാൻ കഴിയാത്ത വിധം നിന്റെ മുഖത്തെ തേജസ് കൊണ്ട് പൊതിയുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. കല്ലേറ് കൊണ്ട് മുറിവേറ്റ് മരണത്തെ വരിക്കാൻ കാത്തു നിൽക്കുമ്പോഴും സ്തെഫാനോസിന്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചില്ലേ കുഞ്ഞുങ്ങളെ? രോഗത്തിന്റെ കാഠിന്യം ശൂലം കുത്തുന്നത് പോലെ വേദനിപ്പിച്ചിട്ടും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സത്യവചനം പ്രസംഗിക്കാൻ പൗലോസിനെ പ്രാപ്തനാക്കിയ ദൈവം കുഞ്ഞെ നിനക്കു വേണ്ടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടെ വിളിച്ചു പറയുകയാ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിലും, തീരാ വേദന അനുഭവിക്കുന്നെങ്കിലും, മക്കളെ, നിന്റെ മുഖത്ത് സ്ഫുരിക്കുന്ന ദൈവ തേജസ് നീ അറിയണം. കുഞ്ഞെ, നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ അഗ്നി കത്തുന്നതിന്റെ പ്രതിഫലനം പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ നിന്റെ മുഖത്ത് കാണാൻ കഴിയും. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. കുഞ്ഞെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, നിറമില്ലാത്തവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ കുലമഹിമയില്ലാത്തവനോ ആരായിരുന്നാലും കർത്താവിന്റെ ആത്മാവ് പ്രാപിച്ചവൻ നിന്നെ നോക്കുമ്പോൾ പറയും, മക്കളെ, നിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ് ഞാൻ കാണുന്നു. മറ്റുള്ളവരറിയുന്നില്ലെങ്കിലും കുഞ്ഞെ, നിന്റെ ഉള്ളിൽ കത്തുന്ന ആത്മാവിന്റെ പ്രകാശം നീ തിരിച്ചറിയണം. അത് മതി നിരാശ മാറാൻ. ദൈവം സ്വർഗീയ മന്ന പൊഴിച്ചു കൊടുത്തിട്ടും ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ല. ദൈവം തന്റെ തേജസ് മോശയുടെ മുഖത്ത് പ്രകാശിപ്പിച്ചിട്ടും താൻ തിരിച്ചറിയുന്നില്ല. ഇതാ മറ്റൊരുത്തൻ, പേര് ബിലയാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരണം. 34-ാം വാക്യത്തിൽ താൻ പറയുന്നു, എനിക്കെതിരായി ദൈവദൂതൻ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ദൈവം ആലോചന പറഞ്ഞിട്ടും ധനത്തിന്റെ മോഹം കണ്ണിന് മങ്ങലേൽപ്പിച്ചതുകൊണ്ട് ദൈവജനത്തെ ശപിക്കാൻ പോവുകയാ. അപ്പോഴതാ ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് പ്രവാചകൻ അറിഞ്ഞില്ല. ദൈവാലോചനയ്ക്കെതിരെ യാത്ര ചെയ്യുന്നവരെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നീ അറിയണം, അറിയേണ്ട കാര്യം അറിഞ്ഞിരിക്കണം. ധനമോഹത്തിന്റെ വശീകരണ നിമിത്തം വചനത്തിന്റെ വിലക്കിനെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തന്നെ പ്രതിയോഗിയായി നിൽക്കുമെന്ന് അറിഞ്ഞില്ലെന്ന് പറയരുത്. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെടാത്ത യാത്രകൾ കുഞ്ഞെ നിന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് അറിഞ്ഞില്ലെന്ന് പറയരുത്. നമുക്ക് അല്പസമയം ശിംശോനെ നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം. യഹോവ തന്നെ വിട്ടുമാറിയത് ശിംശോൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, സ്വർഗം നൽകിയ ശക്തിമാന്മാരുടെ അപ്പം ശ്രേഷ്ഠമായതെന്ന് തിരിച്ചറിയാത്ത ജനം. രണ്ട്, ദൈവിക സാന്നിധ്യത്തിൽ തന്റെ മുഖം പ്രകാശിതമായത് മനസ്സിലാക്കാത്ത അറിയാത്ത മോശ. ഒരു ദൈവവൈതൽ നമ്മൾ ദൈവവൈതലാക്കിയാൽ നാം തീർച്ചയായും നമ്മെ പൊതിഞ്ഞിരിക്കുന്ന ദൈവതേജസ്സിന്റെ മൂല്യം അറിയാതെ പോകരുത് കേട്ടോ. മൂന്നാമതായി നാം കണ്ടത് വഴിയിൽ പ്രതിയോഗിയായി നിൽക്കുന്ന ദൂതൻ. സ്തോത്രം. ബിലയാം അതറിഞ്ഞില്ല. ദൈവാലയത്തിനെ ധിക്കരിച്ചു പോകുന്നെങ്കിൽ അറിയണേ, മുമ്പിൽ പ്രതിയോഗി കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ടത് യഹോവ തന്നെ വിട്ടുമാറിയത് ശിംശോൻ അറിഞ്ഞില്ല. നാസിർ വ്രതം അനുഷ്ഠിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ യഹോവ തനിക്കായി വേർതിരിച്ച ഭക്തൻ. വിശുദ്ധിക്ക് വില കൊടുക്കാതെ അശുദ്ധിയിൽ ഉറങ്ങാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയത് താൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ തന്റെ ആത്മാവിനെ പകർന്നിരിക്കുമ്പോൾ അത് നഷ്ടമാക്കാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ മക്കളെ, നീ പോലും അറിയാതെ ആത്മാവ് നിന്നിൽ നിന്നും അകന്നു പോകും. യഹോവ തന്നെ വിട്ടുപോയി എന്ന് അറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കൊടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ആത്മാവുള്ളപ്പോൾ ശിംശോൻ ശത്രുവിന്റെ കെട്ട് കൊടഞ്ഞെറിഞ്ഞതാ.
ഇപ്പോ പറയുന്നു, ആത്മാവ് പോയിട്ടും പറയുക, മുമ്പിലത്തെ പോലെ ഞാൻ കൊടഞ്ഞു കളയും. കുഞ്ഞെ, ദൈവാത്മാവ് ഉള്ളപ്പോൾ ദുഷ്ടന്റെ കെട്ടുകളെ കൊടഞ്ഞെറിയാൻ നിനക്ക് കഴിയും. എന്നാൽ ആത്മാവ് വിട്ടുപോയാൽ വെറുതെ കൊടയാമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, കെട്ടഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. വേദികളിൽ വൻ കാര്യങ്ങൾ ചെയ്തവർ ആത്മാവ് വിട്ടുപോയതറിയാതെ ഇന്നും വെറുതെ കൊടയുന്നുണ്ട്, കെട്ടഴിയുന്നില്ലെന്നുള്ളത് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന വസ്തുതയാണ്. ജനത്തെ വിഡ്ഢിയാക്കാൻ ചുമ്മാ കൊടഞ്ഞു കാണിക്കരുത്. ആത്മീയ പ്രഹസനം അവസാനിപ്പിക്കണം. ദൈവം കാണുന്നുണ്ട്. ദൈവാത്മാവിനെ നഷ്ടപ്പെടുത്തിയവൻ ശത്രുവിനു വേണ്ടി മാവ് പൊടിക്കുന്ന നിലയിലേക്ക് അധപ്പതിക്കുകയാണ്. കുഞ്ഞെ, ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുക, നിന്നിൽ നിന്ന് ആത്മശക്തി ചോർന്നു പോകുന്ന വഴി നീ അറിയണം. ആത്മീയം ചോരുന്ന വഴി കണ്ടെത്തി അടയ്ക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം അറിഞ്ഞില്ലെന്ന് പറയാൻ ഇടവരരുത്. ശിംശോനെ, അലറിയെടുത്ത സിംഹത്തെ കീറിക്കളയാൻ നിനക്ക് കഴിഞ്ഞത് ആത്മശക്തി ഉണ്ടായതുകൊണ്ടാ. തടസ്സമായി കെട്ടിയുയർത്തിയ കോട്ടവാതിൽ ഓടാമ്പലോടെ പറിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞത് ആത്മശക്തി ഉണ്ടായിരുന്നതുകൊണ്ടാ. ആർക്കും മെരുക്കാനാവാത്ത കുറുക്കന്മാർ ആട്ടിൻകുട്ടികളെ പോലെ നിന്റെ മുൻപിൽ തലകുനിച്ചു നിന്നത് നിന്നിൽ ആത്മശക്തി ഉണ്ടായിരുന്നതുകൊണ്ടാ. ഒരിക്കൽ നിന്റെ മുൻപിൽ ഒതുങ്ങി നിന്ന ശക്തികൾ മക്കളെ ഇന്ന് നിന്റെ നേരെ മുരളുന്നുണ്ടെങ്കിൽ അറിയണേ, ആത്മശക്തിക്ക് ചോർച്ച വന്നിരിക്കുന്നു. ശിംശോനെ പോലെ ഉള്ളുരുകി പ്രാർത്ഥിക്കണം, കർത്താവേ, നഷ്ടമായ ശക്തി എനിക്ക് തിരികെ തരണം. ആത്മശക്തി ചോർന്നു പോകുന്നത് അറിയാതെ പോകരുത്. പത്രോസിന്റെ അനുഭവം നോക്കപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 12:9 എന്താ പറയുന്നത്? ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിഞ്ഞില്ല, ദർശനം കാണുകയാണെന്ന് ചിന്തിച്ചു. ദൈവം ദൂതനെ അയച്ചു തന്നെ സ്വതന്ത്രനാക്കിയിട്ടും സ്വപ്നമാണെന്ന് കരുതുന്നു. ദൈവത്തിന്റെ വിടുതൽ ലഭിച്ചിട്ടും അറിയുന്നില്ല. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തകർത്ത് ദൈവനെ പുറത്തു കൊണ്ടുവന്നിട്ടും വിടുതൽ അറിയുന്നില്ല. ചങ്ങലക്കെട്ടുകളെ വെട്ടിമാറ്റി ദൈവനെ വിടുവിച്ചു. കാവൽക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്ന് ദൈവനെ വിടുവിച്ചു. തടവറയുടെ ഇരുട്ടിൽ നിന്ന് ദൈവനെ വിടുവിച്ചു. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിലേക്കുള്ള ഇരുമ്പും വാതിലും തുറന്ന് ദൈവനെ വിടുവിച്ചു. പക്ഷേ പത്രോസ് അറിഞ്ഞില്ല, താൻ സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചു. കുഞ്ഞെ, പാപത്തിന്റെ തടവറയിൽ നിന്ന് ദൈവം നിന്നെ മോചിപ്പിച്ച് നീ അറിയുന്നുണ്ടോ? ശാപത്തിന്റെ ബന്ധനമഴിച്ച് കർത്താവ് നിന്നെ മോചിപ്പിച്ച് നീ അറിയുന്നുണ്ടോ? പത്രോസ് വിടുതൽ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ അരികിലേക്ക് ചെന്നു. കുഞ്ഞെ, നിനക്ക് വിടുതൽ ലഭിച്ചത് യാദർശികമല്ല. നീ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ സ്വതവേ ഉണ്ടായി വന്നതല്ല. എല്ലാ നന്മയ്ക്ക് പിന്നിലും പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. അത് മറക്കരുത്. പത്രോസ്, ഇന്ന് നിനക്ക് വഴി തുറന്നെങ്കിൽ, നിന്റെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണെങ്കിൽ, തടവറയിലൂട്ടിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ, അതിന് പിന്നിൽ പ്രാർത്ഥിച്ച ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പത്രോസിന് സുബോധം വന്നപ്പോൾ അവൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ അടുക്കലേക്ക് പോയി. കുഞ്ഞുങ്ങളെ, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞിരിക്കണം. ലൂക്കോസ് 24:16 യെരുശലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവരോടൊപ്പം നടന്ന യേശുവിനെ അറിഞ്ഞില്ല. സ്തോത്രം. ഉയർപ്പിന്റെ ദിനത്തിലായി ഇവർ യെരുശലേം വിട്ടു പോകുന്നത്. പ്രത്യാശയുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട ദിവസമാ. നിരാശ നിറഞ്ഞ മനസ്സോടെ രണ്ടുപേര് പോവുകയാ. ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു, എല്ലാം നഷ്ടമായി. ഇനി ഒരു മടങ്ങിവരവില്ല. എല്ലാ ആശയും സ്വപ്നങ്ങളും കൽവരിയിൽ തകർന്നു വീണു. അവർ പരസ്പരം തർക്കിച്ചും വാദിച്ചും വഴി നടക്കുമ്പോൾ അരുമനാഥൻ അവരോട് ചേർന്ന് നടന്നു. പക്ഷേ കൂടെ നടക്കുന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട് കൂടെ നടക്കുകയാ. അവർ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് ഒപ്പം നടക്കുകയാ. പ്രിയപ്പെട്ടവരെ, അറിയണേ, യേശു നിന്റെ കൂടെ നടക്കുന്നുണ്ട്. കുഞ്ഞെ, നീ എവിടെ പോയാലും തനിച്ചല്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ് കർത്താവ് കൂടെയുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്ത് കർത്താവ് കൂടെയുണ്ട്. നിന്റെ മക്കൾ പഠിക്കുന്നിടത്ത് കർത്താവ് കൂടെയുണ്ട്. പ്രത്യേക ഉദ്ദേശത്തിനായി യാത്ര ചെയ്യുകയാണോ? കർത്താവ് കൂടെയുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണോ? ധൈര്യപ്പെട്ട്, കർത്താവ് കൂടെയുണ്ട്. കുഞ്ഞെ, നിന്നെ ആരും കാണുന്നില്ലായിരിക്കാം, നീ പറയുന്നത് ആരും അറിയുന്നില്ലായിരിക്കാം, കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ പറയുന്ന ഓരോ വാക്കും യേശു ശ്രദ്ധിക്കുന്നുണ്ട്. അറിഞ്ഞില്ലെന്ന് പറയരുത്. ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കുഞ്ഞെ, നിന്നോട് ചേർന്ന് നടക്കുന്ന യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയണം. ഓരോ നിമിഷവും കർത്താവ് കൂടെ നിന്നുള്ള ബോധ്യം വേണം. ഉൽപ്പത്തി പുസ്തകം 28:16 യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഈ സ്ഥലത്ത് യഹോവയുണ്ട്, സത്യം, ഞാനത് അറിഞ്ഞില്ല. ആരുടെ കുഴപ്പമാ യാക്കോബേ? അച്ഛനെ കളിപ്പിച്ചതുകൊണ്ടല്ലേ? ചേട്ടനെ ചതിച്ചതുകൊണ്ടല്ലേ? ഉപായം കൊണ്ട് ഉപജീവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? യാക്കോബേ, ഈ സ്ഥലത്ത് മാത്രമല്ല, നീ ചേട്ടനെ കളിപ്പിച്ചപ്പോഴും യഹോവ അവിടെ ഉണ്ടായിരുന്നു. ഉപായം പ്രവർത്തിച്ചപ്പോഴൊക്കെ യഹോവ നിന്നെ കണ്ടുകൊണ്ടിരുന്നു. ചേട്ടനെ പേടിച്ച് ഓടിയ വഴിക്കൊക്കെ കർത്താവ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആട്ടിറച്ചി കാട്ടിറച്ചിയാകാൻ മസാല ചേർത്തപ്പോഴും ദൈവം നിന്നെ കാണുന്നുണ്ടായിരുന്നു. യഹോവ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. സത്യം നീ അറിഞ്ഞില്ലെന്ന് മാത്രം. പലപ്പോഴും നാം ഒരു വാക്യം പറയാറുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. മക്കളെ, ഇത് ശത്രുക്കളെ പേടിപ്പിക്കാൻ പറയാനുള്ളതല്ല. ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും കുഞ്ഞെ, നാം നമ്മോട് തന്നെ പറയണം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. കുഞ്ഞെ, നിന്റെ ഉള്ളിൽ ദഹിപ്പിക്കുന്ന അഗ്നി, കത്തുന്നതിന്റെ ചൂട് ഓരോ നിമിഷവും അനുഭവിച്ചറിയണം. പാപചിന്തകളെ ദഹിപ്പിക്കുന്ന അഗ്നി, അശുദ്ധിയെ ദഹിപ്പിക്കുന്ന അഗ്നി, ദൈവകൃപയെ തിളക്കമുള്ളതാക്കുന്ന അഗ്നി, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന അഗ്നി, സ്വർഗീയ അഗ്നിയുടെ ചൂട് അനുനിമിഷം ദൈവമക്കൾ അനുഭവിക്കണം.
അതനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിയണം, ആത്മാവ് നിന്നെ വിട്ടുപോയിരിക്കുന്നു. നെഞ്ചുരുകി നിലവിളിക്ക്, കർത്താവേ ആത്മശക്തിയാൽ എന്നെ വീണ്ടും നിറയ്ക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ക്ലെയോപ്പാവും ഒപ്പമുള്ള ശിഷ്യനും കൂടെ നടന്ന യേശുവിനെ തിരിച്ചറിഞ്ഞില്ല, അവരുടെ കണ്ണ് നിരോധിച്ചതുകൊണ്ടാ. എന്നാൽ മക്കളെ, നിന്റെ കണ്ണ് നിരോധിച്ചിട്ടില്ല, ഒപ്പമുള്ള കർത്താവിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. 7ാമത്തെ കാര്യം കൂടെ നോക്കാം. യോഹന്നാൻ 20:14. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു അടുത്തു വന്നിട്ടും തിരിച്ചറിയാതെ നിന്നുപോയി മറിയ. അതിരാവിലെ ഒരുക്കിയ സുഗന്ധവർഗവുമായി കല്ലറയ്ക്കലെത്തിയതാ, പക്ഷെ അവിടെ കണ്ട കാഴ്ച തുറക്കപ്പെട്ട കല്ലറയാ. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു അടുത്തു വന്നപ്പോൾ മറിയ കരുതിയത് തോട്ടക്കാരനാണെന്ന. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എല്ലാവർക്കും അറിയാം, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ നിനക്കറിയാമോ? ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശയുടെ ആവേശം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവാ. ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും. ദൈവകുഞ്ഞുങ്ങളുടെ ആവേശം, അവരുടെ കണ്ണിലെ പ്രതീക്ഷയുടെ തിളക്കം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാ. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി അവൻ ഹല്ലേലൂയ നീ ജീവിക്കുന്നുണ്ടോ? ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചത് നീ അറിഞ്ഞോ? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നീ അറിഞ്ഞോ? പാപികൾക്ക് വേണ്ടി മരിച്ചവൻ പാപം കൂടാതെ ഉള്ളവരെ ചേർക്കാൻ വരാൻ പോകുന്നുവെന്നുള്ള മഹാസത്യം നീ അറിയുന്നുണ്ടോ? മക്കളെ, കാഹളം ധ്വനിക്കും, കർത്താവ് മടങ്ങി വരും, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കും. അതിനുശേഷം ഈ ഭൂമിയിൽ സാക്ഷാൽ പിശാച് ഭരണം നടത്തും. ഈ മണ്ണിൽ ദൈവകോപം പെയ്തിറങ്ങും. അന്ന് അറിഞ്ഞില്ലെന്ന് പറയാൻ ഇടവരരുത്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇപ്പോഴാ മക്കളെ രക്ഷാദിവസം. വേഗം വരാൻ പോകുന്ന കർത്താവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവിടുത്തെ വരവിനായി കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത ദൈവവചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എളിയവനെയും അനുവദിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ ഓർത്താലും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കാം. 9072